IC ബാലകൃഷ്ണൻ MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ IC ബാലകൃഷ്ണൻ, ഇപ്പോൾ ലോൺ തിരിച്ചടയ്ക്കാത്തതിന് ബാങ്കുകൾ ചെയ്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്ന അടക്കം കണ്ടതാണ് ഗ്രാമീൺ ബാങ്കിന്റെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളും നോട്ടീസ് നൽകി ക്യാമ്പിലുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം തുടരുകയാണ്. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണത്. കാരണം മുണ്ടക്കൈ വയനാട്ടിലുണ്ടായ ഈ വലിയൊരു പ്രതിസന്ധി, ആ പ്രതിസന്ധിയിൽ അവരുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, വീട് പോലും നഷ്ടപ്പെട്ടു. അങ്ങനെ ക്യാമ്പുകളിൽ കഴിയുന്ന അഭയാർത്ഥികളെ പോലെ ക്യാമ്പിൽ കഴിയുന്ന അവരോട് നോട്ടീസ് അയച്ച് അവരെ ഭീഷണിപ്പെടുത്തി പണം ഈടാക്കുന്നവർക്ക് എതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട്. അത് ഇടപെടേണ്ടത് കേരളത്തിൽ ഗവൺമെന്റ് ആണ്. കേരള ഗവൺമെന്റ് ഇടപെടണം, ആഭ്യന്തര വകുപ്പ് ഇടപെടണം. ഇടപെട്ട് അത്തരം നോട്ടീസ് അയച്ച ആളുകൾക്കെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ അവരെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്. ശക്തമായ നടപടിയാണ് ഉണ്ടാകേണ്ടത്. ഈ പാവങ്ങൾ എവിടെ നിന്ന് പണം അടയ്ക്കും? അവർ ക്യാമ്പുകളിൽ നിന്ന് എവിടെ നിന്ന് പണം അടയ്ക്കും? ഉള്ള വീടും കുടിയും ഒക്കെ നഷ്ടപ്പെട്ടു, അവരുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു. ഈ കാഴ്ചകൾ, വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അന്തമില്ലാതെ ഇതുപോലുള്ള നോട്ടീസുകൾ അയക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അത് ഗവൺമെന്റാണ് സ്വീകരിക്കേണ്ടത്. വളരെ നന്ദി IC ബാലകൃഷ്ണൻ പ്രതികരിച്ചതിന്. ഏതായാലും